2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 19,570.91 കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോ കേരളത്തിൽ വിറ്റത്. ഇതിൽ ഭൂരിഭാഗവും നികുതിയായി സർക്കാരിലേക്ക് തന്നെ. 2023 മുതൽ 24 വരെയുള്ള കണക്കുകൾ പ്രകാരം 6,154.08 കോടിയാണ് ബെവ്കോയുടെ പ്രതിവർഷ വരുമാനം. ഇതിൽ ലാഭമായി ലഭിച്ചത് 296.29 കോടി രൂപ. ഒരു മാസം ശരാശരി സർക്കാരിലേക്ക് ബെവ്കോ അടയ്ക്കുന്നത് 1436.26 കോടി രൂപയാണ്. ബെവ്കോയുടെ വരുമാനം പ്രധാനമായും ഭരണപരിഷ്കരണ ചിലവുകൾക്കാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടത്തിയത് മാക്ഡവൽ ഇന്ത്യൻ ബ്രാൻഡിയാണ്, അതായത് MCB. അതായത് ബെവ്കോ വഴി ജനപ്രിയമായി വിറ്റ മദ്യം MCB എന്ന് പറയാം. ആകെ 3970 ജീവനക്കാരാണ് ബെവ്കോയിലുള്ളത്. ഇതിൽ 3521 പേർ സ്ഥിരം ജീവനക്കാരാണ്. 193 പേർ ഡെപ്യൂട്ടേഷനിലും 256 പേർ താൽക്കാലികമായും ജോലി ചെയ്യുന്നുണ്ട്. ബെവ്കോ നേരിട്ട് മദ്യം നിർമ്മിക്കുന്നില്ല. 28/1/2025 കണക്കനുസരിച്ച് 1186 ബ്രാൻഡുകളാണ് ബെവ്കോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായി 647 എണ്ണം, ബിയർ 156, വൈൻ 148, വിദേശ നിർമ്മിത വിദേശ മദ്യം 187, ഫോറിൻ മെയ്ഡ് വൈൻ 48 എണ്ണവും എന്നിങ്ങനെയാണ് ആ കണക്കുകൾ. ഇനി രസകരമായ മറ്റൊരു കണക്ക് കൂടി. മദ്യത്തിന്റെ കേരളത്തിലെ നികുതി 251%. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ വർഷം വിറ്റ 19,570.91 കോടിയിലെ 13,995.15 കോടിയും നികുതിയാണ്. നികുതി കഴിച്ച് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണ വിതരണ ചെലവുകളെല്ലാം ചേർത്താണ് ബാക്കി വരുന്ന 5,575.76 കോടി രൂപ. നികുതി ഇല്ലാതെ കണക്കാക്കുകയാണെങ്കിൽ 5,575.76 കോടിയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ചു തീർത്തത്. അതിന്റെ 2 ഇരട്ടിയാണ് സർക്കാർ നികുതിയായി ഈടാക്കുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. രജീഷ് നരിക്കുനി, സിമലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.